ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ പകലിൽ നമ്മുടെ നടുവിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്കൊരുമിച്ച് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ തിരുസന്നിധിയിൽ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ കർത്താവ് ഒരുക്കുന്ന നല്ല അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആത്മീയാരാധനയ്ക്കായി ആലയത്തിൽ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ. പ്രാർത്ഥനയോടെ വേഗത്തിൽ തിരുവചനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സമയത്തിൻ്റെ പരിമിതി നമ്മുടെ മുമ്പിലുള്ളത് കൊണ്ട് ദീർഘവാക്കുകളിൽ മുന്നേറാതെ എൻ്റെ വാക്കുകൾക്ക് വേഗത്തിൽ തന്നെ വിരാമം കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ ഞായറാഴ്ച ഈ സങ്കീർത്തനത്തിന് ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാൻ ദൈവം സാവകാശം നൽകി. ഇന്ന് പകൽ വീണ്ടും അതിൻ്റെ തുടർച്ചയായ ചില ചിന്തകൾ നമ്മൾ ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ധ്യാനിക്കുമ്പോൾ ദൈവിക അനുഗ്രഹങ്ങൾ കർത്താവ് നമ്മുടെ മേൽ പകരേണ്ടതിനും തിരുനാമം നമ്മളോട് മഹത്വപ്പെടേണ്ടതിനും നമുക്കൊരുമിച്ച് ദൈവകരങ്ങൾ കേൾപ്പിച്ചുകൊണ്ട് തിരുനാമ മഹത്വത്തിന് വേണ്ടി ഇന്ന് പകൽ ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് ഇടയാക്കട്ടെ. കഴിഞ്ഞ ദിവസം ഞാൻ ഓർപ്പിച്ചതുപോലെ 78-ാം സങ്കീർത്തനം നമ്മൾ ധ്യാനിക്കുമ്പോൾ കാണാൻ കഴിയുന്ന ഇസ്രായേലിൻ്റെ ചരിത്രമാണ്. എന്നാൽ ആ ചരിത്രത്തിലൂടെ പുതിയ നിയമ ഇസ്രായേലിന് ദൈവം ചില ഉപദേശങ്ങൾ തന്നിട്ടുണ്ട്. കൊരിന്ത്യർ ലേഖനത്തിന് അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം പറയുന്നുണ്ട്: ഇത് ദൃഷ്ടാന്തമായി അവർക്ക് സംഭവിച്ചു. ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധി ഉപദേശത്തിന് എഴുതി തന്നിരിക്കുന്നു. അങ്ങനെയെങ്കിൽ പഴയ നിയമ ഇസ്രായേലിൻ്റെ ചരിത്രം പുതിയ നിയമ ഇസ്രായേലാകുന്ന നമുക്ക് തന്നത് ചരിത്രം പഠിക്കാനല്ല. അതിന് മറ്റെന്തെങ്കിലും കോഴ്സുകളൊക്കെ ഉണ്ട് ചരിത്രം പഠിക്കാൻ. വേദപുസ്തകം ഒരിക്കലും ഒരു ചരിത്ര പുസ്തകമല്ല. ചരിത്രം പഠിക്കാനല്ല ഈ കാര്യങ്ങൾ സാഹചര്യങ്ങളൊക്കെ എഴുതി തന്നത്. ഇതിലൂടെ ചില ബുദ്ധി ഉപദേശം നമുക്ക് തരേണ്ടതിന് വേണ്ടിയാണ്. അങ്ങനെയെങ്കിൽ ഈ സങ്കീർത്തനത്തിൽ ഞാൻ പറഞ്ഞല്ലോ ഉപദേശങ്ങളാണ്. ഈ ഉപദേശങ്ങളിൽ ചില ഉപദേശമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത്. അടുത്ത ഭാഗത്തേക്ക് വേഗത്തിൽ ദൈവമക്കൾ ശ്രദ്ധ കൊണ്ടുവന്ന് എൻ്റെ വാക്കുകൾ വിരമിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്കൊരുമിച്ച് 19 മുതലുള്ള വാക്യങ്ങൾ, 19 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ ആർക്കെങ്കിലും ഒരാൾക്ക് ശബ്ദമുയർത്തി വായിക്കാം. ചെയ്യായികയാൽ തന്നെ. അതിൽ 21-ാം വാക്യത്തിൻ്റെ പ്രാരംഭ ഭാഗത്ത് നമ്മൾ വായിച്ചു: ആകയാൽ യഹോവ അത് കേട്ട് കോപിച്ചു. ദൈവം കോപിക്കുന്ന ദൈവമാണോ? ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ കൺസെപ്റ്റ് ദൈവം സ്നേഹിക്കുന്ന ദൈവമാണ്. ദൈവം സ്നേഹമാണ്. ദൈവത്തിൽ സ്നേഹമുണ്ട്, സ്നേഹമേ ഉള്ളൂ. എന്നാൽ സാഹചര്യങ്ങൾ ദൈവം കോപിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു പ്രത്യേക പദം ദൈവം കോപിച്ചു. ആ ഭാഗത്തേക്ക് വരും മുമ്പ് ദൈവം കോപിച്ച 1-2 കാര്യങ്ങൾ ദൈവമക്കളെ ഒന്ന് ഓർപ്പിച്ച് ഞാൻ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ്. വീണ്ടും ഞാൻ ആവർത്തിച്ച് ആ ഭാഗം പറയുന്നു. ദൈവം കോപിഷ്ഠനായ ഒരു ദൈവമല്ല, എന്നാൽ ചിലപ്പം കോപിക്കും. മാതാപിതാക്കൾ മക്കളോട് സ്നേഹിക്കുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ട്. മക്കളോട് മാതാപിതാക്കൾക്കാണ് ഏറ്റവും സ്നേഹം. എന്നാൽ പലപ്പോഴും മക്കളോട് ചിലപ്പം കോപിക്കേണ്ടി വരും. എന്തുകൊണ്ടാണ്? മാതാപിതാക്കളായോണ്ടോ? അവരെ കരുതുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ കോപം എന്തുകൊണ്ടാണ്? തൻ്റെ മക്കൾ വഴിതെറ്റിപ്പോകുമ്പോൾ എതുവഴിയേലും പോട്ടെ, എനിക്കെന്നോ വേണം, ഈ ചിന്തയാണെങ്കിൽ കോപം വരത്തില്ല. ദൈവം കോപിച്ചാൽ അതിൻ്റെ അർത്ഥം എന്നെ നേർവഴി കൊണ്ടുവരാനാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ ഓർക്കണം, ദൈവത്തിൻ്റെ കോപം നമ്മുടെ നേരെ വരുമ്പോൾ ഒരു ചിന്തയോടെ നമ്മുടെ ഉള്ളിൽ വരണം: വെറുതെ കയറി കോപിക്കുമോ? കാരണമുണ്ടല്ലോ. വെറുതെ നമ്മൾ മക്കളെ വഴക്ക് പറയുമോ? എന്തെങ്കിലും കാരണം കാണത്തില്ലേ? മറ്റൊരാളെ ശാസിക്കണമെങ്കിൽ, വഴക്ക് പറയണമെങ്കിൽ എന്തെങ്കിലും കാരണം കാണണം. കാരണമില്ലാതെ ആരും കോപിക്കത്തില്ല. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ കോപത്തിന് പല കാരണങ്ങൾ. ഒന്ന്, ആദ്യത്തെ ഒത്തിരി ചിന്തകളുണ്ടെങ്കിലും എല്ലാത്തിനും കൂടെ വിവരിക്കാൻ സമയമില്ല. ചില ചിന്തകൾ മാത്രം ഓർപ്പിച്ച് പോകാം. പുറപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യം ഒന്ന് വായിക്കാമോ? പുറപ്പാട് 22:22. എൻ്റെ കോപം ജ്വലിക്കും. ആ ഭാഗത്ത് ഒരു ചിന്ത വേഗത്തിൽ ഒന്ന് പങ്കുവെച്ച് പോകാം. ന്യായപ്രമാണം കൊടുത്തപ്പോൾ
നമുക്കറിയാം, മോശയ്ക്ക് പ്രമാണം കൊടുത്തു, കൽപ്പന കൊടുത്തു. ആ കൽപ്പനകളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് ഇതും. നമ്മൾ പറയും കൽപ്പന 10 ഉള്ളെന്ന്. അല്ല, 10 മെയിൻ കൽപ്പനകളാണ്. ഡെയ്ക്സ് എന്ന ഒരു ചിന്തകൻ ഈ പുറപ്പാട് പുസ്തകത്തിലെ ചിന്തകൾ എടുത്തെഴുതിയപ്പോൾ തൻ്റെ കമൻട്രിയിൽ പറഞ്ഞിരിക്കുന്നൊരു വാക്ക്, 2713 കൽപ്പനകളാണ് ദൈവം മോശയ്ക്ക് കൊടുത്തത്. അതിൽ പ്രധാന മെയിൻ ടൈറ്റിൽ ഹെഡിങ്സ് ആണ് 10 അതിൻ്റെ സബ് ടൈറ്റിലായിട്ട് നോക്കി വരുമ്പോൾ ആ വകുപ്പുകളിൽ പെടുന്ന 2713 കൽപ്പനകളുണ്ട്. അതിൽ ഒരു കൽപ്പനയാണ് നമ്മളിപ്പം വായിച്ചത്. ഒരിക്കൽ കൂടെ ആ വാക്യം വായിച്ചോളൂ, 22. അവിടെ നമ്മൾ പറയുമ്പോൾ അരുത്, വിധവയെയും അനാഥനെയും നിങ്ങൾ ക്ലേശിപ്പിക്കരുത് എന്ന് പറഞ്ഞാൽ, ഒറ്റ വാക്കി പറഞ്ഞാൽ, ചോദിക്കാനും പറയാനും ഇല്ലാത്ത ആൾക്കാരോട് വഴക്കിന് പോകരുത്. ലളിതമായ ഭാഷ ഞാനങ്ങ് പറയാം. ഞാൻ 2 വർത്താനം പറഞ്ഞാലും തിരിച്ചെന്നോട് പറയത്തില്ല, അവൻ്റെ നേരെ വഴക്കിന് പോകരുത്. ലോകത്തിൻ്റെ പ്രമാണം എന്തോ? ചിലരോട് അടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്, തിരിച്ചു വല്ലതും കിട്ടും. എന്നാൽ തിരിച്ചോ പ്രതികരിക്കത്തില്ല, ഒന്നും മിണ്ടത്തില്ല, ഒരു ശല്യത്തിനും പോകത്തില്ലെങ്കിൽ അവരോട് വഴക്കിന് പോകാൻ വലിയ ബുദ്ധിമുട്ട് തോന്നത്തില്ല. പക്ഷെ വേദോസം എന്താ പറയുന്നത്? അനാഥനെയും എന്ന് പറഞ്ഞാൽ, പഴയ നിയമകാലത്തെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ ഇവർക്ക് സഹായത്തിന് ആരുമില്ല, അനാഥര, അപ്പനില്ല, അമ്മയില്ല, ചോദിക്കാൻ ആളില്ല, വിധവയ, ഭർത്താവില്ല, സംരക്ഷിക്കാൻ ആളില്ല, ആർക്കും എന്തുമാകാം. അവരെ എന്ത് ചെയ്യരുതെന്നാണ് പറഞ്ഞേക്കുന്നത്? അനാഥനെയും വിധവയെയും ക്ലേശിപ്പിക്കരുത്. അടുത്തത്, അവരെ വല്ല പ്രകാരത്തിലും ക്ലേശിപ്പിക്കുകയും അവർ എന്നോട് നിലവിളിക്കുകയും ചെയ്താൽ. ഒരു മിനിറ്റ് അവിടെ നിർത്തണേ. ഇവരെ ഏതെങ്കിലും തരത്തിൽ, ഞാൻ പറഞ്ഞല്ലോ, ചോദിക്കാനും പറയാനും ആളില്ലാത്തവര് ഏതെങ്കിലും തരത്തിൽ മാനസികമായി ഒന്ന് ക്ലേശിപ്പിച്ചു, അവർ തിരിച്ചു പറയാൻ അവർക്ക് അറിയത്തില്ല, അല്ലെങ്കിൽ കഴിവില്ല, അതിനുള്ള പ്രാപ്തിയില്ല. പക്ഷെ ഇവരെന്തോ ചെയ്യും? ദൈവസന്നിധി പോയി കരയും, കർത്താവേ എനിക്ക് ആരുമില്ലാഞ്ഞിട്ടല്ലേ അവരെന്നോട് അതും ഇതൊക്കെ പറഞ്ഞേ. ഈ ശബ്ദം എവിടെ കേൾക്കും? വായിച്ചോളൂ. ക്ലേശിപ്പിക്കുകയും അവർ എന്നോട് നിലവിളിക്കുകയും ചെയ്താൽ ഞാൻ അവരുടെ നിലവിളി കേൾക്കും. മതി. ദൈവമക്കൾ വളരെ ഗൗരവത്തോടെ ഓർത്തോണം. ആരുമില്ലാത്തവരെ സഹായിക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ സഹായിച്ചോ. അവരെ വേദനിപ്പിക്കരുത്. ആരോരുമില്ലാതെ ചിലരൊക്കെ പറയത്തില്ലേ, അവരോ എന്തെങ്കിലും പറഞ്ഞാൽ ആര് ചോദിക്കാനാ? ആരും ചോദിക്കാനില്ല, പക്ഷെ ചോദിക്കുന്ന ഒരാളുണ്ട്. ഈ വ്യക്തിയുടെ ഉള്ളു വേദനിച്ചാൽ, ഒന്ന് പെടഞ്ഞാൽ, അവർ കരഞ്ഞാൽ, ആ കരച്ചിലിനകത്ത് ഇങ്ങനെയൊക്കെ ചില വാക്ക് വരും. ആരുമില്ലാഞ്ഞിട്ടല്ലേ എന്നോട് ഇതൊക്കെ ചെയ്തത്, എനിക്കും 10 പേരുണ്ടെങ്കിൽ എൻ്റെ നേരെ വരത്തില്ലല്ലോ. ഈ ചിന്തയോട് ആള് വേദനിച്ചാൽ ഈ വേദന സ്വർഗത്തിലെത്തി. അവിടെ എഴുതിയിരിക്കുന്ന അടുത്ത വാചകം, ദൈവം കോപിക്കും. ആരോടാ? ഉപദ്രവിച്ച വ്യക്തിയോട്. ദൈവമക്കൾ വളരെ ഗൗരവത്തോടെ ഈ ചിന്ത ഏറ്റെടുത്തോണം. ഞാൻ പലപ്പോഴും പറയാറുള്ളൊരു വാക്ക് പറഞ്ഞോട്ടെ, ഒക്കുന്നിടത്ത് ഒപ്പിക്കുന്ന പരിപാടി എന്ന് നമ്മൾക്കൊരു ചൊല്ലുണ്ട്. ഒക്കാത്തിടത്ത് ഒപ്പിക്കാൻ നോക്കുക, അതാ മിടുക്ക്. ഇങ്ങോട്ട് പറഞ്ഞാൽ തിരിച്ചു പറയുന്നവരോട് സംസാരിക്കാൻ പറ്റുമെങ്കിൽ സംസാരിച്ചു. നിങ്ങൾ അവിടെ ജയിച്ചാൽ നിങ്ങൾ മിടുക്കരാ. കഴിവില്ലാത്തവൻ്റെ അടുക്കൽ, അറിവില്ലാത്തവൻ്റെ അടുക്കൽ, ചോദിക്കാനും പറയാനും ആളില്ലാത്തവൻ്റെ അടുക്കൽ കുതിര കയറാൻ ചെന്നാൽ ദൈവം ചോദിക്കും. ഞാനൊരു പൊതു തത്വം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ ഈ ചിന്ത ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ വചനത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു, അനാഥനെയും വിധവയെയും ക്ലേശിപ്പിക്കരുത്. അത് ദൈവസന്നിധിയിൽ നീതിയല്ല, ദൈവം കോപിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോകണം, നമ്മുടെ വിഷയം അതല്ല. എങ്കിലും ദൈവത്തിൻ്റെ കോപത്തിൻ്റെ കാരണങ്ങളിൽ ഒന്ന്, കഷ്ടം അനുഭവിക്കുന്നവരെ വേദനിപ്പിച്ചാൽ ദൈവത്തിന് കോപിക്കും. ഇനിയും അതിൻ്റെ യെശയ്യാ പ്രവചനം കൂടെ എടുക്കാമോ? ഇതേ ഒരു ചിന്ത പ്രവാചകൻ പറയുന്ന ഒരു ഭാഗം കൂടെ നമുക്കൊന്ന് ചേർത്ത് നോക്കാം. 59-ാം അധ്യായത്തിൻ്റെ 15-16 വാക്യങ്ങൾ വായിച്ചോളൂ. അതിൻ്റെ തൊട്ട് മുഴുവത്തെ വാക്യം കൂടെ ഒന്ന് ചേർത്ത് വായിക്കാമോ? ന്യായം പിന്മാറി, സത്യം വീതിയിൽ ഇടറുന്നു, നേരിന് കടപ്പാൻ കഴിയുന്നതുമല്ല. സത്യം കാണാതായി, ദോഷം വിട്ടകലുന്നവൻ കവർച്ചയായി ഭവിക്കുന്നു. അടുത്തത്,
ആരുമില്ലെന്ന് അവൻ കണ്ട് പക്ഷപാതം ചെയ്യുവാൻ ആരുമില്ലായ്കയാൽ ആശ്ചര്യപ്പെട്ടു. അതുകൊണ്ട് അവന്റെ ബുദ്ധൻ തന്നെ അവനെ രക്ഷപ്പെടുത്തി. അവന്റെ നീതി മതി മതി. നേരത്തെ പറഞ്ഞ ചിന്തയോട് ചേർത്തൊരു ചിന്തയാണ് ഇനി പറഞ്ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ വായിച്ച ഭാഗത്ത് ദോഷം വിട്ടകലുന്നവൻ കവർച്ചയായി ഭവിക്കുന്നു. ഇന്ന് ആധുനിക കാലഘട്ടത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമായി പറയുന്നത്. ദോഷം വിട്ടകലുന്നവൻ, നമ്മൾ ഇംഗ്ലീഷ് ഒന്ന് വായിക്കാമോ? വേഴ്സ് 15. Isaiah chapter 59 verse 15. So truth fails, and he who departs from evil makes him a prey. എന്നോട് വായിച്ചേ. So truth fails, and he who departs from evil makes himself a prey. അവിടെ നമ്മൾ കാണുന്ന കാര്യം ലളിതമായിട്ടൊന്ന് പറയാം. ദോഷം വിട്ടകലുന്നവൻ കവർച്ചയായി ഭവിക്കുന്നു. മാനം മര്യാദയ്ക്ക് നടക്കുന്നവനെ ഉപദ്രവിക്കാൻ ആളുണ്ട്, അവരെ കവർച്ച ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അല്പം തല്ലിടത്തോട് ആരാടാന്ന് ചോദിച്ചാൽ എന്താടാന്ന് ചോദിക്കാൻ നിൽക്കുന്നവൻ്റെ നേരെ പലരും വന്നെന്ന് വരത്തില്ല. ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നു, ദോഷം വിട്ടകലുന്നവൻ കവർച്ചയായി ഭവിക്കുന്നു. അവൻ മര്യാദയ്ക്ക് നടക്കുക, ആരോടും ഒരു ശല്യത്തിനും പോകുന്നില്ല. പക്ഷെങ്കിൽ ഇവനെ കവർച്ചയാക്കുക, ഇവനെ ഉപദ്രവിക്കുക, ഇവനെ മുതലെടുക്കുക. അടുത്ത വാചകം കൂടെ വായിച്ചോളൂ. യഹോവ അത് കണ്ടിട്ട്. അങ്ങനെയെങ്കിൽ വളരെ ഗൗരവത്തോടെ ഓർത്തോണം, ഇത് ആര് കാണുന്നുണ്ട്? ഞാൻ ദൈവമക്കളോട് വ്യക്തമായിട്ട് ഓർപ്പിച്ചോട്ടെ. പക്ഷെ ചുറ്റുവട്ടത്തുള്ള പലരോ ഉന്നതന്മാരോ കണ്ടില്ലെങ്കിലും എന്നെ, അല്ലെങ്കിൽ ഞാൻ ദോഷത്തിന് പോകാതെ മര്യാദയ്ക്ക് ജീവിക്കുന്ന എന്നെ കവർച്ച ചെയ്യുന്ന കാഴ്ച ദൈവം കാണുന്നുണ്ട്. നമ്മൾ ഉറപ്പിച്ചോണം. അത്രയും പ്രശ്നമുണ്ടായിട്ടും ഇന്നാരും എല്ലാം അവിടെ നിന്നിട്ടും ഒരു വാക്ക് പോലും അവർ പറഞ്ഞില്ലല്ലോ എന്ന് നിങ്ങൾ ഓർക്കണ്ട. ഒരുപക്ഷെ മാനുഷികമായി കണ്ടാലും ചിലപ്പോൾ പ്രതികരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലൂടെ മനുഷ്യൻ കടന്നുപോയെന്ന് വരാം. പക്ഷെങ്കിൽ കാണുന്നൊരു ദൈവമുണ്ട്. യഹോവ കണ്ടിട്ട് അവന്, ദൈവം അത് കണ്ടു, കർത്താവിന് ഇത് ഇഷ്ടപ്പെട്ടില്ല. അടുത്ത വാക്യം കൂടെ. അടുത്ത മതി. അങ്ങനെയെങ്കിൽ ദോഷം വിട്ടകലുന്നവൻ കവർച്ചയായി പോയിട്ട് അവനെ സഹായിപ്പാൻ ആരുമില്ലാതെ വന്നപ്പം ആര് തന്നെ നേരിട്ടിറങ്ങി? ദൈവം നേരിട്ടിറങ്ങി. അങ്ങനെയെങ്കിൽ ഞാൻ വീണ്ടും പറയുന്നു, ദൈവം കോപിച്ച ഒരു സന്ദർഭമാണിത്. ഞാൻ വിഷയത്തിലേക്ക് കയറി വരുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്നുറപ്പിച്ച് പെട്ടെന്ന് മുന്നോട്ട് പോവുകയാണ്. നമ്മൾ വളരെ ഗൗരവത്തോടെ ഓർക്കണം, ഏതെങ്കിലും മേഖലകളിൽ ന്യായം കിട്ടാതെ, നീതി കിട്ടാതെ, എനിക്ക് ആരുമില്ല, എനിക്ക് വേണ്ടി ഒരു വാക്കുപോലും പറവാൻ ഒരു വ്യക്തിയും ഇല്ല എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നെങ്കിൽ നിങ്ങൾ നിരാശപ്പെടണ്ട. നിങ്ങളെ നേരിട്ട സകലതും കാണുന്നൊരു ദൈവമുണ്ട്. ആ ദൈവം നേരിട്ട് ഇടപെട്ടോളൂ. അവിടെ ഇരിക്കുന്ന അവൻ്റെ ഭുജം നേരിട്ട് അവർക്ക് വേണ്ടി ന്യായം നടത്താൻ കഴിവുള്ളൊരു ദൈവമാണ് നമ്മുടെ ദൈവം. അങ്ങനെയെങ്കിൽ ദൈവം കൂടെയുണ്ട്. ഉറപ്പായിട്ട് പറയുക, നമ്മൾ മറ്റൊരാളെ വേദനിപ്പിക്കാൻ പോകരുത്. ദൈവം കോപിക്കാൻ സാധ്യതയുണ്ട്. അടുത്ത ചിന്ത, സംഖ്യാപുസ്തകത്തിൽ നമുക്ക് ഒന്നുകൂടെ മടങ്ങി വരാം. സംഖ്യാപുസ്തകം 22-ാം അധ്യായത്തിന്റെ 21-22 വാക്യങ്ങളൊന്ന് വായിച്ചോളൂ. അതിന്റെ തൊട്ട് മുകളിലത്തെ 20 വായിക്കാമോ? 22-ാം അധ്യായത്തിന്റെ. അത് തന്നെ വായിച്ചു. മതി. ഭാഗം വായിക്കുമ്പോൾ അല്പം ചിന്താക്കുഴപ്പമുണ്ടാവും. നമുക്ക് ചരിത്രമൊക്കെ അറിയാമല്ലോ. മോവാബ് രാജാവായ ബാലാക്ക് ഇസ്രായേലിനെ ശപിക്കാൻ വേണ്ടി ബിലെയാമിനെ കൂലി കൊടുത്ത് വിളിച്ചു. ആദ്യത്തെ ഒരു വരവ് ആദ്യ ഭാഗത്ത് എഴുതിയിട്ടുണ്ട്. ഈ മോവാബ് രാജായ ബാലാക്കിൻ്റെ ഓഫീസേഴ്സ് അവിടെ വന്ന് ബിലെയാമിനോട് വരാൻ പറഞ്ഞു. ബിലെയാം പറഞ്ഞു വരത്തില്ല. ദൈവത്തോട് ചോദിച്ചു. നമുക്ക് ആ ഭാഗമൊക്കെ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. രാത്രിയിലിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം പറഞ്ഞു, നീ അവരുടെ കൂടെ പോകരുത്. രാവിലെ എഴുന്നേറ്റ് ബിലെയാം പറഞ്ഞു, എനിക്ക് വരാനൊക്കത്തില്ല, ദൈവഹിതമല്ല, ദൈവം എന്നെ അനുവദിക്കുന്നില്ല. ഇവർ തിരിച്ചുപോയി ബാലാക്കിനോട് പറഞ്ഞു, ആ പ്രവാചകൻ വരത്തില്ല, അങ്ങേരെ ദൈവം അനുവദിച്ചില്ല.
ഇദ്ദേഹം അതിലും കൂടിയ ഓഫീസേഴ്സ്, ഹയർ ഓഫീസേഴ്സ് എന്നാണ് ഇംഗ്ലീഷിൽ കൊടുത്തേക്കുന്നത്, ആ കൂടിയ ആൾക്കാരെ ഇങ്ങോട്ട് വിട്ടേച്ച് പറഞ്ഞു ഞങ്ങളുടെ കൂടെ വന്നേ പറ്റത്തുള്ളൂ. ആ രാത്രിയിൽ ബിലയാം പറഞ്ഞു നിങ്ങൾ ഇവിടെ താമസിക്കാൻ ഞാൻ ഒരു ഹോൾ നൈറ്റ് പ്രയറോടെ നടത്തട്ടെ. രാത്രി മുഴുവൻ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് ആ പ്രാർത്ഥനയിൽ ദൈവം പറഞ്ഞ വാക്കാണ് നമ്മൾ 20-ാം വാക്യത്തിൽ വായിച്ചത്. 21 വായിച്ചു. രാത്രിയിൽ ആ ദൈവം ബിലയാമിന്റെ അടുക്കൽ വന്നു. ആ ഇവൻ നിന്നെ വിളിപ്പാൻ വന്നിരിക്കുന്നു എങ്കിൽ പുറപ്പെട്ട് അവരോടുകൂടെ പോകാം. അവര് നിന്നെ വിളിക്കാൻ വന്നെങ്കിൽ നീ അവരുടെ കൂടെ പോകാം. എന്നാ 21-ാം വാക്യത്തിൽ 21 വായിച്ചേ. ബിലയാം രാവിലെ എഴുന്നേറ്റ് കഴുതയ്ക്ക് കോപ്പിട്ട് മോവാബ്യ പ്രഭുക്കന്മാരോട് പോയി. ആ അവൻ പോകുന്നത് കൊണ്ട് ദൈവത്തിന്റെ കോപം ജ്വലിച്ചു. അപ്പം നമ്മൾ ചോദിക്കും അതെന്താ ചോദ്യമാണ്. ദൈവം രാത്രിയിൽ എന്താ പറഞ്ഞു? പൊക്കോളാൻ പറഞ്ഞു. പോകുന്ന കണ്ടപ്പോൾ ദൈവത്തിന്. അപ്പം അതിൻ്റെ 17-ാം വാക്യത്തിന് മുമ്പ് 17 വേറൊരു ഭാഗത്തുണ്ട്. ആദ്യത്തെ വരവിൽ ദൈവം ഒരു നോ പറഞ്ഞതാണ്. പലപ്പോഴും നമുക്കിത് ചിന്താക്കുഴപ്പം ഉണ്ടാക്കുന്ന വേഗത്തിൽ ആ ഭാഗം പറഞ്ഞാൽ മുന്നോട്ട് പോകാം. ദൈവം ഒരിക്കൽ നോ പറഞ്ഞാൽ അത് നോയാ, പിന്നെ അത് ഏസാകത്തില്ല. നമ്മുടെ ഏസ് പലപ്പോഴും നോയാകാം, നമ്മുടെ നോ നാളെ ഏസാകാം. കാരണം നമ്മുടെ ചിന്തയ്ക്ക് കണക്കൂട്ടുകൾക്കൊക്കെ പരിധിയുണ്ട്. ഇന്ന് ശരിയെന്ന് തോന്നുന്നത് നാളെ ചിലപ്പോൾ തെറ്റാകാം. ഇന്ന് തെറ്റെന്ന് തോന്നുന്നത് നാളെ നമുക്ക് ശരിയാക്കാം. നമ്മൾ പറഞ്ഞില്ല ഞാൻ ഒന്നുകൂടെ ആലോചിച്ചപ്പം എനിക്ക് മനസ്സിലായി അത് ശരിയാണ്. നമ്മൾ ചോദിക്കില്ല അന്ന് നീ പറഞ്ഞില്ലേ വേണ്ടാന്ന്. അന്ന് ഞാൻ വേണ്ടാന്ന് പറഞ്ഞില്ല, ഇപ്പം എനിക്ക് തോന്നിയത് അത് മനുഷ്യനാണ്. പക്ഷെ ദൈവത്തിന് തെറ്റ് പറ്റത്തില്ല. കൊരിന്ത്യർ പ്രകാരം പൗലോസ് പറയുന്നത് ദൈവത്തിന്റെ വാക്ക് ഊവെന്ന് പറഞ്ഞാൽ ഊവ, ഇല്ലെന്ന് പറഞ്ഞാൽ. അങ്ങനെയെങ്കിൽ ദൈവം ബിലയാമിനോട് ഒരിക്കൽ പറഞ്ഞു നീ പോകരുത്, അവരുടെ കൂടെ പോകുന്നത് എനിക്കിഷ്ടമല്ല എന്ന് പറഞ്ഞു. പക്ഷെങ്കിൽ രണ്ടാമത് വന്നപ്പം വീണ്ടും ബിലയാം ഒരു ഹോൾ നൈറ്റ് പ്രയറോടെ നടത്തിയിട്ട് ദൈവത്തോട് ചോദിച്ചു എന്തോ വേണം. ദൈവം പറഞ്ഞു നീ പൊക്കോ. ഇവൻ പോകുന്ന കണ്ടപ്പം ദൈവത്തിന് കോപം വന്നു. അപ്പം നമ്മൾ ചോദിക്കും ദൈവം അനുവദിച്ചിട്ടല്ലേ ഇവൻ പോയത്? അല്ല. ആ ഭാഗം ഞാൻ അല്പം ഒന്ന് ലളിതമായ ഭാഷ പറയാം. നാളെ പരീക്ഷ കരുതുക. മോന് ക്രിക്കറ്റ് കളിക്കാൻ പോകണമെന്ന് ആഗ്രഹം. ബാറ്റും എടുത്തുകൊണ്ട് പപ്പായുടെ എടുക്കുമെന്ന് ചോപ്പാ ഞാൻ പെട്ടെന്ന് വരാം, 1/2 മണിക്കൂർ ക്രിക്കറ്റ് കളിച്ചേച്ച് വരാം. പരീക്ഷയുണ്ടോ നാളെ? മോൻ കണ്ടിട്ട് തോന്നുന്നു. പല എടാ പോയിരുന്ന പോലെ പഠിക്കടാ. പല പ്രാവശ്യം പപ്പ പറഞ്ഞു. കൂട്ടുകാരെ അപ്പുറത്ത് നിന്ന് ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്, അവർക്ക് പരീക്ഷയുമില്ല, ഇവന് പരീക്ഷ കൊള്ളാൻ അപ്പനറിയാം ഇവന് പരീക്ഷയുണ്ട്, ഇവനെ വിട്ടാൽ ശരിയാകത്തില്ല. ക്രിക്കറ്റ് കളി കഴിഞ്ഞാൽ 1/2 മണിക്കൂറിന് പോകാൻ 2 മണിക്കൂർ കഴിഞ്ഞാലും കയറി വരത്തില്ല, ഒടുവിൽ തളർന്നേ വരത്തുള്ളൂ, കിടന്നുറങ്ങും, പഠിക്കത്തില്ലെന്ന് ബോധ്യം വന്നപ്പം പറഞ്ഞു പോകണ്ട. പിന്നെയും ശല്യമാണ്. അങ്ങ് വന്ന് പപ്പാ ഞാനൊന്ന് പോകട്ടെ. ഒടുവിൽ അരിശം കയറിയപ്പം പോടാ ഇവിടുന്ന്. ചെറുക്കൻ ബാറ്റും എടുത്തോണ്ട് ക്രിക്കറ്റ് കളിയും അമ്മ ചോദിച്ചു എടാ പപ്പാ പറഞ്ഞു പോകാൻ പറഞ്ഞു, ശരിയല്ലേ? അപ്പം പോകാൻ പറഞ്ഞില്ലേ? ആ ട്യൂണിൻ്റെ അർത്ഥം എന്നാ? പോസിറ്റീവോ നെഗറ്റീവോ? ആൻസർ നെഗറ്റീവോ. പോകണ്ടെന്നാ പോകാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ദേഷ്യപ്പെട്ട് പോടാന്ന് പറഞ്ഞാൽ പോകാനുള്ള അനുവാദമാണോ? മനസ്സിലായോ നിങ്ങൾക്ക്? അങ്ങനെയെങ്കിൽ ബിലയാമിനോട് ദൈവം പറഞ്ഞു നീ പോകാൻ പറഞ്ഞതിൻ്റെ അർത്ഥം തന്നെ ഇനി എൻ്റെ മുമ്പിൽ നിന്നേക്കല്ലേ, നിന്നോട് ഞാൻ ഒരിക്കൽ പറഞ്ഞതാണ്, അവരുടെ കൂടെ പോകല്ലേ. പിന്നെയും ഉപവസിച്ച് പ്രാർത്ഥിച്ച് എന്നോട് ശല്യം ചെയ്യാൻ പറ്റില്ല, നീ പോടാ എൻ്റെ മുമ്പിൽ എന്നാ പറഞ്ഞത്. ഉടനെ ബിലയാം ഓർത്തു പെർമിഷൻ കിട്ടിയതാണ് നിങ്ങളുടെ ഒരൊറ്റ പോക്ക്. അപ്പം ദൈവം എന്തോ ചെയ്തെന്നാ? അങ്ങനെയൊക്കെ ഞാൻ വീണ്ടും പറഞ്ഞോട്ടെ. ദൈവം കോപിക്കുന്നത് എപ്പോഴാ? അനുസരണക്കേട് കാണിക്കുമ്പോൾ. അതനുസരണക്കേടല്ലേ? കൂടെ ഉണ്ടോ നിങ്ങൾ? ദൈവത്തിൻ്റെ കോപം ഞാൻ ഒന്നാമത് പറഞ്ഞു, സാധുവിന്, നിർവാഹമില്ലാത്തവന്, അനാഥരെ, വിധവയെ, പ്രതികരിക്കാൻ ശേഷിയില്ലാത്തവരെ അവരെ പീഡിപ്പിച്ച ദൈവം കോപിക്കും. 2 വീണ്ടും നമ്മൾ വായിച്ചത് അനുസരണക്കേട് കാണിച്ച ദൈവം കോപിക്കും. ബിലയാം അനുസരണക്കേട് കാണിച്ചു, ദൈവം കോപിച്ചു. വീണ്ടും ഒത്തിരി ചിന്തകളുണ്ടെങ്കിലും ഞാൻ ആ ഭാഗത്തേക്ക് തൽക്കാലം ഇറങ്ങുന്നില്ല. നമ്മുടെ വിഷയത്തിലേക്ക് നമുക്ക് വീണ്ടും ഒന്നുകൂടെ മടങ്ങി വരാം. സങ്കീർത്തനത്തിലേക്ക് ഒന്നും വന്നാട്ടെ. അതിൻ്റെ 21-ാം വാക്യം ഒരിക്കൽ കൂടെ വായിച്ചോളൂ. ആകയാൽ യഹോവ അത് കേട്ട്. ഞാൻ ആ ഭാഗത്ത് മാത്രം നിന്ന് തൽക്കാലം എൻ്റെ വാക്ക് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ദൈവം അത് കേട്ട് കോപിച്ചു എന്ന് പറഞ്ഞല്ലോ. ഒന്നാമത് മറ്റുള്ളവരെ വേദനിപ്പിച്ചാൽ ദൈവത്തിൻ്റെ കോപം ജ്വലിക്കും, അനുസരണക്കേട് കാണിച്ചാൽ ദൈവത്തിൻ്റെ കോപം ജ്വലിക്കും. എന്നാൽ ഇവിടെ ഒരു പ്രത്യേക ചിന്തയാണ് നമ്മൾ വായിക്കുന്നത്. അതിൻ്റെ 19 ഒരിക്കൽ വായിച്ചു. അവർ ദൈവത്തിന്
വിരോധമായി സംസാരിച്ചു. മരുഭൂമിയിൽ മേശ ഒരുക്കുവാൻ ആ. ദൈവത്തിന് കഴിയും. അപ്പൊ ഇവരുടെ സംസാരം എന്തോ? ഇംഗ്ലീഷ് ഒന്ന് വായിച്ച വാക്യം, വേഴ്സ് 19. മേശ ഒരുക്കുവാൻ കഴിയുമോ എന്ന് അവർ ദൈവത്തോട് ചോദിക്കുന്നു. അവർ വായിച്ചു എടുത്തു. Yes, they spoke against God. They said, "Can God prepare a table in the wilderness?" അവർ ചോദിക്കുവാണ്, ദൈവത്തിന് മരുഭൂമിയിൽ ഒരു തീന്മേശ ഒരുക്കാൻ കഴിയുമോ? ഇവരുടെ ചോദ്യം. അടുത്ത വാക്യം വായിച്ചോളൂ, മലയാളത്തിൽ വായിച്ചോളൂ. അവൻ പാറയെ അടിച്ചു. അവൻ പാറയെ അടിച്ചു. വെള്ളം പുറപ്പെട്ടു. ആ കോടുകൾ കവിഞ്ഞൊഴുകി സത്യം. ആ. എന്നാൽ അപ്പം കൂടെ തരുവാൻ അവന് കഴിയുമോ? മതി. ദൈവത്തോട് ചോദിക്കുന്ന, അല്ലെങ്കിൽ ഇവർ തമ്മിൽ സംസാരിക്കുന്ന സംസാരം വളരെ ഗൗരവത്തോടെ ദൈവമക്കൾ ആ ചിന്തയിലേക്ക് കയറി വരിക. ദൈവത്തിന് വിരോധമായുള്ള സംസാരം. പലപ്പോഴും നമ്മൾ ചിന്തിക്കും, ഞാൻ എന്തോ ദൈവത്തിന് വിരോധമായി സംസാരിക്കുന്നത്? ഞാൻ ദൈവവേദനല്ലേ? ദൈവമല്ലേ എന്നെ നടത്തുന്നത്? ദൈവമല്ലാതെ എനിക്ക് ആരുമില്ലല്ലോ. എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാം ദൈവമല്ലേ? ഞാൻ ദൈവത്തിന് വിരോധമായി സംസാരിക്കാറുണ്ടോ? പലപ്പോഴും ദൈവത്തിന് വിരോധമായുള്ള സംസാരം ഇവിടെ നമ്മൾ വളരെ ഗൗരവത്തോടെ ശ്രദ്ധിച്ചാൽ കാണാൻ കഴിയുന്നത്. ഇവർ ദൈവത്തിന് വിരോധമായി സംസാരിച്ച വാക്കിതാണ്, മരുഭൂമിയിൽ മേശ ഒരുക്കുവാൻ ദൈവത്തിന് കഴിയുമോ? എന്നിട്ടൊരു വാക്ക് പറഞ്ഞു. അവിടെ വായിച്ചത്, അവൻ പാറയെ അടിച്ചു, വെള്ളം പുറപ്പെട്ടു, തോടുകളും കവിഞ്ഞൊഴുകി സത്യം. ഇവർ പറയുകയാണ്, ദൈവം മരുഭൂമിയിലൂടെ ഞങ്ങൾ വന്നപ്പം പാറയടിച്ചു, വെള്ളം പുറപ്പെട്ടു, തോട് കവിഞ്ഞൊഴുകി, ഞങ്ങൾ ചെന്നിടത്തെല്ലാം വെള്ളം കിട്ടി, നല്ല കാര്യം, സ്തോത്രം. പക്ഷെങ്കിൽ അപ്പം കൂടെ തരാൻ അടുത്ത വാചകം എന്താ എഴുതിയിരിക്കുന്നത്? എന്നാൽ അപ്പം കൂടെ തരുവാൻ അവന് കഴിയുമോ? തന്റെ ജനത്തിന് അവൻ മാംസം അപ്പം കൂടെ തരാൻ പറ്റുമോ? മാംസം കൂടെ തരാൻ പറ്റുമോ? ആകയാൽ യഹോവ അത് കേട്ട്. അങ്ങനെയെങ്കിൽ നമ്മൾ ആ ഭാഗത്ത് നിന്ന് വേഗം അവസാനിപ്പിക്കാൻ പോവാം. നമ്മൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്, അതിന് വേണമെങ്കിൽ ഇങ്ങനെ ഒരു ടൈറ്റിൽ കൊടുക്കാം, ദൈവത്തിന് കഴിവുകേടാണോ? അഥവാ ദൈവത്തിന് കഴിവുകേടുണ്ടോ? ഇവരിപ്പം പറഞ്ഞ ദൈവത്തിന് കഴിവില്ലെന്നല്ലേ? മനസ്സിലായോ? പാറയെ അടിച്ചു, വെള്ളം പുറപ്പെട്ടു, തോടുകളും കവിഞ്ഞൊഴുകി സത്യമാണ്. പക്ഷേ ദൈവത്തെ കൊണ്ട് അപ്പം തരാൻ പറ്റുമോ? ഇവർ പറഞ്ഞ ഇത്രയേ ഉള്ളൂ, വെള്ളം തരാൻ ആർക്കാ പറ്റാത്തത്? എന്നാൽ നല്ല ആഹാരം തരാൻ പറ്റുമോ? വളരെ സിമ്പിളായൊരു ചോദ്യമാണ്. വീട്ടിലോട്ട് കയറി ചെന്നു, ഒരു ഗ്ലാസ് വെള്ളം, അതിന് കാപ്പി ആകട്ടെ, ചായ ആകട്ടെ, ഇനി വെറും വെള്ളമാകട്ടെ, തരാൻ ഈസിയാണ്. പെട്ടെന്നൊരു ഡിന്നർ ഒരുക്കുക എന്ന് പറഞ്ഞാൽ അല്പം ബുദ്ധിമുട്ടാണ്. ഇവർ ചോദിക്കുന്ന ചോദ്യം ഇതാ, അങ്ങോട്ട് കയറി ചെന്നോണ്ടേ വെള്ളം കിട്ടും, കാര്യമൊക്കെ ശരിയാ, പക്ഷെ ഡിന്നർ തരാൻ പറ്റുമോ? ആരോടാ ചോദിക്കുന്നത്? ദൈവത്തോടാ. ഒന്നുകൂടെ വ്യക്തമാക്കിയാൽ, ദൈവത്തിന് അതിന് കഴിയുമോ? ദൈവത്തെ കൊണ്ട് ഇത്രയൊക്കെ പറ്റും, ഇതിനപ്പുറം പറ്റുമോ? ഇത് കേട്ടപ്പോൾ ദൈവത്തിന് കോപം വന്നു. ഇനി ഇസ്രായേൽ മക്കളെ ഒരു വശത്ത് നിർത്തിക്കൊണ്ട് നമ്മുടെ ചിന്തയിലേക്ക് ഒന്ന് കയറി വന്നേ. നമ്മളും ദൈവത്തെ കണ്ടേക്കുന്നത്, ദൈവത്തെക്കുറിച്ചുള്ള അറിവ് നമ്മുടെ നമ്മുടെ കാഴ്ചപ്പാടിനകത്ത് ഉൾക്കൊള്ളിച്ച് നിർത്തിയേക്കുന്ന ദൈവത്തെക്കുറിച്ച് നമ്മളുമൊക്കെ പറയാറുണ്ട്. അയ്യോ ഭയങ്കര തലവേദനയായിരുന്നു, പ്രാർത്ഥിച്ചു, ദൈവം സൗഖ്യം തന്നു. ട്യൂമറാ ഇപ്പം, അന്നേരം എന്തോ വേണം? ദൈവത്തെ കൊണ്ട് അത് പറ്റുമോ? ചെറിയൊരു വയറ്റുവേദന, പ്രാർത്ഥിച്ചു, ദൈവം അതങ്ങ് മാറ്റി. ഇപ്പം അൾസറാണെന്നാ തോന്നുന്നു, ഇനി ക്യാൻസറാണോ അറിയത്തില്ല, ദൈവത്തെ കൊണ്ട് പറ്റുമോ? അറിയാതെ ഈ ചിന്ത എൻ്റെ ഉള്ളിലുണ്ടായി എൻ്റെ വായിലൂടെ പുറത്തു വന്നാൽ ഇത് കേൾക്കുന്ന ദൈവത്തിന് കോപം ഉണ്ടാവുക. കാരണം നമ്മൾ എന്തോ ചെയ്യുക? ദൈവത്തിൻ്റെ കഴിവിനെ പരിമിതപ്പെടുത്തുക. എൻ്റെ ദൈവത്തെ കൊണ്ട് ഇത്രയൊക്കെ പറ്റും, അവർ പറഞ്ഞ ഇത്രയേ ഉള്ളൂ, വലിയ പാപമൊന്നും അവർ ചെയ്തില്ല. അവർ പറഞ്ഞത് വെള്ളം തരാൻ എൻ്റെ ദൈവത്തിന് കഴിഞ്ഞു, അപ്പം കൂടെ തരാൻ ഈ ദൈവത്തിന് കഴിയുമോ? ഒരു ചോദ്യമായി ചോദിച്ചാ, അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചതാ, ദൈവത്തോട് ചോദിക്കുമല്ലോ. അവര് പറയാ, ശരിയാ, വെള്ളം പുറപ്പെട്ടു, തോടുകളും കവിഞ്ഞു, സത്യമാ, പക്ഷെങ്കിൽ അപ്പം കൂടെ തരാൻ, മാംസം കൂടെ തരാൻ ഈ ദൈവത്തെ കൊണ്ട് പറ്റുമോ? ഈ ചോദ്യം കേട്ടപ്പോൾ ദൈവത്തിന് കോപം വന്നു. ഞാൻ ഇങ്ങനെ വ്യക്തമാക്കട്ടെ, ദൈവം സർവശക്തനാ,
സകലതും ദൈവത്തിന് കഴിയും, ദൈവത്താൽ കഴിയാത്തതൊന്നുമില്ല. ഈ വ്യക്തമായ ബോധ്യം ദൈവമക്കളെ നമ്മുടെ ഉള്ളിൽ എപ്പോഴും വേണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ചെറുതോ വലുതായ ഒരു വിഷയത്തിന്റെ നടുവിൽ വന്നേച്ച് എൻ്റെ ദൈവത്തെ കൊണ്ട് നടക്കുന്ന കാര്യമാണോ എന്ന് ഞാനൊന്ന് സംശയിച്ച് ചോദിച്ചാൽ അത് ദൈവത്തിന് ഇഷ്ടമല്ല. അല്പം കൂടെ ലളിതമായി ഒരു ഉദാഹരണം കൂടെ പറഞ്ഞാൽ, നിങ്ങളെ സഹായിക്കുന്ന ഒരു വ്യക്തി, നിങ്ങളുടെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ മുന്നണിയിൽ നിൽക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാമെന്ന് ഏറ്റൊരു വ്യക്തി പല കാര്യങ്ങളും ചെയ്തു വന്നു. അപ്രതീക്ഷിതമായി നിങ്ങൾക്ക് മറ്റൊരു ദുരന്തം നേരിട്ടു. നിങ്ങൾക്ക് ഇയാളിനെ വ്യക്തമായി മനസ്സിലാക്കിയിട്ടില്ല. നിങ്ങൾ പറയും, അങ്ങേര് ഇന്ന കാര്യം എല്ലാം ചെയ്യാമെന്ന് പറഞ്ഞു, പക്ഷേ ഈ വിഷയത്തിൽ പുള്ളിയെ കൊണ്ട് എന്തോ ചെയ്യാൻ പറ്റും, അങ്ങേരെ കൊണ്ടെല്ലാം ചെയ്യാൻ കഴിയുന്ന ഒരാളാണെന്ന് കരുതുക. അത് കേൾക്കുമ്പോൾ അദ്ദേഹത്തിനുണ്ടാകുന്ന ചിന്ത എന്തുവാ? എനിക്ക് കഴിവില്ലെന്നല്ലേ ഇവർ പറഞ്ഞ്? ഞാൻ ചോദിച്ചോട്ടെ, ഇനി മനുഷ്യൻ കഴിവില്ലാത്തവരാ, പരിധിയുണ്ട്. എൻ്റെ ദൈവത്തിന് എന്ത് കാര്യത്തിലാണ് കഴിവില്ലാത്ത? ദൈവമക്കളുടെ ഞാൻ വീട്ടിൽ ചോദ്യം ചോദിക്കും, നിങ്ങളുടെ ഏത് കാര്യത്തിലാണ് ദൈവത്തിന് കഴിയാൻ പറ്റാത്തത്? ഏത് കാര്യം വന്നാലും പറയേണ്ടത് എന്താ? എൻ്റെ ദൈവത്തിന് കഴിയും, എൻ്റെ ദൈവത്താൽ കഴിയും. തിരിച്ച് ഞാൻ പറഞ്ഞാൽ ദൈവത്തിനത് കോപമാണ്. ഞാൻ പറഞ്ഞാൽ ഇവർ നേരെ കോപിച്ചത് വേറെ മഹാപാപമൊന്നും ഇവർ ചെയ്തിട്ടില്ല. ഇവർ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, ദൈവത്തിന് കഴിവില്ല. വെള്ളം തരാൻ ദൈവത്തിന് കഴിവുണ്ട്, ഞങ്ങൾ സമ്മതിച്ചു, ഞങ്ങൾ കുടിച്ചു, തൃപ്തരായി, ഞങ്ങളുടെ മൃഗങ്ങളും കുടിച്ചു, പോകുന്നിടത്തൊക്കെ വെള്ളമുണ്ട്, ദൈവത്തിന് സ്തോത്രം പറയുന്നു. പക്ഷെങ്കിൽ ഇവർ പറയുന്നതാണ്, അപ്പം കൂടെ തരാൻ ഈ ദൈവത്തിന് കഴിയുമോ? മരുഭൂമിയിൽ മേശയൊരുക്കുവാൻ ദൈവത്തിന് കഴിയുമോ? അപ്പം വരുത്തി തരുമോ, മാംസം തരുമോ എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ കഴിവിൽ ഇവർ സംശയിക്കുക. ദൈവത്തിന്റെ കഴിവിൽ സംശയിച്ചവരുടെ നേരെ ദൈവത്തിന്റെ കോപം ചലിച്ചു. വായിച്ചോളൂ, അതിന്റെ ബാക്കി ഭാഗം കൂടെ വായിച്ചോളൂ. യഹോവ അത് കേട്ട് കോപിച്ചു. ഇസ്രായേലിന്റെ നേരെ കോപം പൊങ്ങി. ദൈവത്തിൽ വിശ്വസിക്കുകയും ചെയ്യായികയാൽ തന്നെ. അവിടെ എഴുതിയിരിക്കുന്നത്, അവർ ദൈവത്തിന്റെ രക്ഷയിൽ ദൈവത്തിൽ വിശ്വസിക്കുകയും അവന്റെ രക്ഷയിൽ ആശ്രയിക്കുകയും. ദൈവത്തിൽ ആശ്രയിക്കുന്നില്ല, അതാ അവിടെ പറഞ്ഞേക്കുന്നത്. ദൈവത്തിൽ ആശ്രയിച്ചാൽ ദൈവത്തിന് കോപം വരുന്നില്ലല്ലോ. ദൈവത്തിൽ ആശ്രയിക്കുകയും ചെയ്യായികയാൽ തന്നെ. ദൈവത്തിൽ ആശ്രയമില്ല. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഇസ്രായേലിനെ കുറ്റപ്പെടുത്താൻ ഈസിയാ. ഇത്രയും ദൈവത്തിന്റെ മഹത്വം കണ്ടവർ, അത്ഭുതം കണ്ടവർ ഇങ്ങനെ വേണോ? ഞാൻ ചോദിച്ചോട്ടെ, അവരെക്കാൾ അത്ഭുതം കണ്ടവരല്ലേ നമ്മൾ? അവര് ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് രക്ഷ പ്രാപിച്ചു, നമ്മൾ സാത്താന്റെ അടിമത്തത്തിൽ നിന്ന് രക്ഷ പ്രാപിച്ചവരാ. അവർ ആക്ഷരിക കനാനിലേക്ക് പോയവരാ, നമ്മൾ സ്വർഗീയ കനാനിലേക്ക് പോകുന്നവരാ. അവർക്ക് ലഭിച്ചതിലും അനുഗ്രഹങ്ങളാണ് ഈ ഭൂമിയിൽ ദൈവം നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഞാൻ വീണ്ടും പറയുന്നു, ആ ഇസ്രായേൽ ദൈവത്തെ വിശ്വസിക്കായിക നിമിത്തം, അവനിൽ ആശ്രയിക്കായിക നിമിത്തം ദൈവം അവരുടെ നേരെ കോപിച്ചെങ്കിൽ, ഇന്ന് പകൽ ദൈവമക്കളെ ഞാൻ ആവർത്തിച്ച് പറഞ്ഞോട്ടെ, അവരെക്കാൾ നന്മ അനുഭവിച്ച നമ്മൾ വിളിച്ചു പറയേണ്ടത്, എൻ്റെ ദൈവത്തിന് കഴിയാത്തതൊന്നുമില്ല. ഞാൻ വീണ്ടും പറയുന്നു, ദൈവം ഏറ്റവും അധികം കോപിക്കുന്ന, കേൾക്കാൻ ആഗ്രഹിക്കാത്ത ഒരു കാര്യം ദൈവത്തിന് കഴിവില്ലെന്ന് പറയുന്ന. അബ്രഹാമിന്റെ വീട്ടിൽ ദൈവത്തിന്റെ ദൂതന്മാർ വന്ന ചരിത്രം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 18-ാം അധ്യായത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കണമെന്ന് ഞാൻ ഭാഗം ഒന്ന് പറഞ്ഞു വിടാൻ വേണ്ടി വന്ന ഒരു വാക്യം നമുക്കൊന്ന് വായിക്കാം. അവിടെ വന്ന് അടുത്ത വർഷം ഈ സമയത്ത് സാറായ്ക്കൊരു മകൻ ഉണ്ടാകുമെന്ന് ദൂതന്മാർ പറഞ്ഞപ്പോൾ, അഥവാ ദൈവം തന്നെ ഇറങ്ങി വന്ന് പറഞ്ഞപ്പോൾ, 17-ാം അധ്യായത്തിലൊരു ഭാഗത്ത് കാണുന്നുണ്ട്. ഒന്ന് വായിക്കാം. 17-ാം അധ്യായം 17-ാം വാക്യം ഒന്ന് വായിച്ചോളൂ. ഉൽപ്പത്തി 17 മതി. അപ്പോൾ അബ്രഹാം കവിണ് വീണ് എന്ന് പറഞ്ഞാൽ, അബ്രഹാം പറഞ്ഞു, ഈ മണ്ടത്തരം കേൾക്കാൻ എന്നെ കിട്ടത്തില്ലെന്നും പറഞ്ഞ് കവിണ് വീണ് ചിരിച്ചു. ദൈവത്തിന് മുമ്പിലാ എന്ന് പറഞ്ഞാൽ വലിയ വിഡ്ഢിത്തം പറയുന്നത് കേട്ടുകൊണ്ട് ചിരിക്കുന്നതിനാണ് കവിണ് വീണ് ചിരിക്കുന്നത്. അബ്രഹാം കവിണ് വീണ് ചിരിച്ചു. ഇനി 18-ാം അധ്യായം കൂടെ എടുക്കാമോ? അവിടെ 18-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം കൂടെ ഒന്ന് വായിച്ചു. അതിന്റെ 13-ന്റെ ലാസ്റ്റ് പാർട്ട്, വൃദ്ധയായ ഞാൻ പ്രസവിക്കുന്നത് വാസ്തവമോ എന്ന് പറഞ്ഞ് സാറ ചിരിച്ചത്. ദൈവം ചോദിക്കുകയാണ്, സാറായ നീ ചിരിച്ചത് എന്ത്? അടുത്ത ഇനി വായിച്ചു.
14 വെച്ചോ. യഹോവയാൽ കഴിയാത്ത യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ? ആ. ഒരാണ്ട് കഴിഞ്ഞിട്ട് ഈ സമയമാകുമ്പോൾ ഞാൻ നിന്റെ അടുക്കൽ മടങ്ങി വരും. സാറായ്ക്ക് ഒരു മകനുണ്ടാകുമെന്ന് അരുളിച്ചെയ്തു. സാറാ ഭയപ്പെട്ടു. സാറ ഭയപ്പെട്ടു. ഇല്ല, ഞാൻ ചിരിച്ചില്ല എന്ന് പറഞ്ഞു. ആ അങ്ങനെയല്ല, നീ ചിരിച്ചു എന്ന് ഞാൻ അരുളിച്ചെയ്തു. അങ്ങനെയെങ്കിൽ വേഗത്തിൽ മക്കളെ ചിന്തയോടെ ഒന്ന് ഓർപ്പിച്ചോട്ടെ. സാറ പേടിച്ചു. എന്താ കേട്ടാ? ആദ്യം ദൈവം പറഞ്ഞത് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞത് അബ്രഹാം കവിണ് വീണ് ചിരിച്ചു. ഈ വാർത്ത കേട്ടോണ്ട് സാറായും ചിരിച്ചു. ഉടനെ ദൈവം ചോദിച്ചു, സാറ എന്തിനാ ചിരിച്ചേ? അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, ദൈവത്തെ കൊണ്ട് ഒന്നും നടക്കത്തില്ല. കളിയാക്കി ചിരിയ, സന്തോഷം കൊണ്ടുള്ള ചിരിയല്ലത്. ദൈവത്തെ കളിയാക്കി ഒരു ചിരി ചിരിച്ചു. ഇതൊക്കെ നടക്കുന്ന കാര്യമല്ലോ. ദൈവം ഇത് കേട്ടു. നീ എന്തിനാ ചിരിച്ചേ? ദൈവത്താൽ കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ എന്ന് ചോദിച്ച് അടുത്ത ചോദ്യം, സാറ എന്തിനാ ചിരിച്ച? സാറ ഞാൻ ചിരിച്ചില്ല, പേടിച്ചായി പറയുന്നത്. പക്ഷെ ദൈവം വിട്ടുകൊടുത്തില്ല. ദൈവം പറഞ്ഞു, നീ ചിരിച്ചു. ദൈവസന്നിധി കുമ്പിട്ട് വീണ് കാണും, കർത്താവേ എന്നോട് ക്ഷമിക്കണമേ. ദൈവമക്കൾ വളരെ എടുത്ത് വളർത്തണം. എന്തുകൊണ്ടാ ദൈവം കോപിച്ചത്, ഇഷ്ടപ്പെടാഞ്ഞത്? ദൈവത്തിന് കഴിവില്ലെന്ന് പറഞ്ഞുകൊണ്ടാ. അങ്ങനെയെങ്കിൽ ഞാൻ ചോദിച്ചോട്ടെ, നമ്മുടെ ജീവിതത്തിൽ എത്രയോ പ്രാവശ്യം ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്? എത്രയോ പ്രാവശ്യം ദൈവം കോപിച്ചിട്ടുണ്ട്? ആ കോപത്തിൻ്റെ ശിക്ഷയായി പലതും നമ്മളിൽ വന്ന് വീണിട്ടില്ലേ? നമ്മൾ പലപ്പോഴും പലതും അറിയാതെ പോയി. ഇന്ന് പകൽ ദൈവോത്മാവിൽ ആ ദൂത് ഞാൻ ആവർത്തിച്ച് പറയുന്നു. ദൈവത്തിൻ്റെ കഴിവില്ലായ്മ എന്ന് പറഞ്ഞുകൊണ്ട് എന്തിനെങ്കിലും എഴുതി തള്ളിയാൽ ദൈവം കോപിക്കും. കൃപ, ദൈവകൃപ. നമുക്ക് ദൈവത്തോട് പറയേണ്ട, കർത്താവേ അങ്ങയ്ക്ക് കഴിയാത്തതൊന്നുമില്ല. ഇന്ന് പകൽ എത്ര പേർക്ക് ധൈര്യത്തോട് വിളിച്ചു പറയാൻ കഴിയും, എൻ്റെ ദൈവത്തിന് കഴിയാത്തതൊന്നുമില്ല? ആ 14 വാക്യം ഞാൻ ഒരിക്കലൂടെ വായിക്കുന്നു. യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ? ദൈവം ചോദിക്കുന്നു. മറുപടി നമ്മളാ കൊടുക്കേണ്ടത്. ഇന്ന് പകൽ എത്ര പേർക്ക് ആ മറുപടി കൊടുക്കാൻ കഴിയും? എൻ്റെ ദൈവത്താൽ കഴിയാത്തതൊന്നുമില്ല. യെസ്, ഹല്ലേലൂയ. നിങ്ങൾ സംശയിക്കുന്ന, നടക്കുമോ എന്ന് ചിന്തിച്ച് ഭാരപ്പെടുന്ന ചില വിഷയത്തെ നോക്കിക്കൊണ്ട് ഇന്ന് മകൾ വിളിച്ചു പറയാമോ, എൻ്റെ ദൈവത്താൽ കഴിയാത്തതൊന്നുമില്ല. ഓ ഹല്ലേലൂയ. എൻ്റെ വായിൽ നിന്ന് എൻ്റെ ദൈവത്താൽ കഴിയത്തില്ലെന്നൊരു വാക്ക് വരരുത്. വന്നാൽ എൻ്റെ ദൈവത്തിന് അത് കോപമാ, എൻ്റെ ദൈവത്തിന് അത് ഇഷ്ടമല്ല. ഒന്നുകൂടെ നാടൻ ഭാഷ പറഞ്ഞോട്ട്, ദൈവത്തെ കൊച്ചാക്കരുത്. കൊച്ചാക്കുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല. ഓ ഹല്ലേലൂയ. നമുക്ക് ദൈവം വലിയവനാ, സർവശക്തനാ. എൻ്റെ ദൈവത്താൽ കഴിയാത്തതൊന്നുമില്ല. ഇന്ന് പകൽ ദൈവമക്കളെ ആത്മാവിൽ അതുകൊണ്ട് ഞാൻ ആവർത്തിച്ച് പറയുന്നു, എൻ്റെ ദൈവത്താൽ കഴിയാത്തതൊന്നുമില്ലെന്ന് നീ വിളിച്ചു പറഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ കഴിയാത്തതൊന്നുമില്ല. യെസ്, ഹല്ലേലൂയ. ഒരിക്കലും നടക്കത്തില്ലെന്ന് നീ ചിന്തിച്ച ചില വിഷയത്തിന്മേൽ ദൈവം പ്രവർത്തിക്കുക തന്നെ ചെയ്യും. ഞാൻ വിളിച്ചു പറയണം, എൻ്റെ ദൈവത്താൽ കഴിയാത്തതൊന്നുമില്ല. ഒരു ചിന്തയോട് ആ ഭാഗത്ത് ഉറപ്പിച്ച് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. മർക്കോസിന്റെ സുവിശേഷത്തിൽ ഒരു ചന്ദ്രരോഗിയായ മകനെ സൗഖ്യമാക്കാൻ കൊണ്ടുവന്നൊരു ചരിത്രം നമ്മൾ കാണുന്നുണ്ട്. ആ വാക്യം നമുക്കൊന്ന് വായിക്കാം. 9-ാം അധ്യായത്തിലേക്ക് വന്നാട്ടെ. മർക്കോസിന്റെ സുവിശേഷം, മത്തായി സുവിശേഷം, മർക്കോസ്, ലൂക്കോസ് 3 സുവിശേഷങ്ങളിലും ഈ ചരിത്രം പറയുന്നുണ്ടെങ്കിലും അല്പം കൂടെ വിശാലമായി എഴുതിയിരിക്കുന്നത് മർക്കോസിലാണ്. 9-ാം അധ്യായത്തിന്റെ 22-ാം വാക്യം പ്രാരംഭത്തിൽ ഒന്ന് വായിച്ചു. മതി. അവിടെ ഈ നമുക്ക് ആ ചരിത്രം പറയാം. മറുരൂപമലയിൽ, താബോർ മലയിൽ യേശു പ്രാർത്ഥിക്കാൻ കയറിപ്പോയി. യേശുവും 3 ശിഷ്യന്മാരും കൂടെ പ്രാർത്ഥിക്കാൻ കയറിപ്പോയപ്പോൾ താഴ്വരയിൽ ബാക്കി 9 ശിഷ്യന്മാർ. ഈ 9 ശിഷ്യന്മാർ ആ താഴ്വരയിൽ ഇരുന്നിടത്ത് ഈ ചന്ദ്രരോഗി, നമുക്ക് മനസ്സിലാകുന്ന വെച്ചാൽ ഫിറ്റ്സ് ഇടയ്ക്കൊക്കെ ഉണ്ടാകുന്നൊരു കൊച്ചന, ഈ കൊച്ചനെ കൊണ്ട് പ്രാർത്ഥിക്കാനായിട്ട് വന്നു. തീയിലും വെള്ളത്തിലും ഒക്കെ തള്ളിയിടുന്നു. ശിഷ്യന്മാരോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഇവർ പ്രാർത്ഥിച്ചിട്ട് സൗഖ്യം ഉണ്ടായില്ല. ഈ സമയത്താണ് യേശുവും യാക്കോബ്, യോഹന്നാൻ, പത്രോസ്, ഈ 3 പേര് മലയിൽ നിന്ന് പ്രാർത്ഥിച്ചിറങ്ങി വരുന്നത്. ഉടനെ ഈ കൊച്ചൻ്റെ അപ്പൻ ഒറ്റ ഓട്ടമാണ് യേശുവിൻ്റെ നേരെ. ആ ചരിത്രം നിങ്ങൾ പിന്നീട് വായിച്ചു നോക്കണം, എല്ലാ വാക്യം കൂടെ വായിപ്പിക്കുന്നില്ല. ആ അപ്പൻ വന്നേച്ച് പറയാണ്, നിന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, അവരെ കൊണ്ടിത് കഴിഞ്ഞില്ല. യേശുവിനോട് ചോദിക്കുന്ന ചോദ്യമാണ് ആ ഇപ്പം വായിച്ചത്. നിന്നാൽ ഒരു വാക്യം വായിച്ചില്ലേ? ഈ അപ്പൻ യേശുവിനോട് ചോദിക്കുവാണ്, യേശുവേ 9 പാസ്റ്റർമാർ നിന്ന് പ്രാർത്ഥിച്ചിട്ട് നടന്നില്ല. അവർ വലിയ അത്ഭുതമൊക്കെ കാണിക്കുന്നവരാ, ഞാൻ കേട്ടിട്ടുണ്ട്.
ഈ 9 ഇവിടെ ഉണ്ടായിരുന്നു. 9 മാറി മാറി കൈവച്ചിട്ടും എൻ്റെ കൊച്ചിന് ഒരു കുറവും ഉണ്ടായില്ല. നിന്നാൽ വല്ലതും കഴിയുമെങ്കിൽ എന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ, കർത്താവേ ഇവന്മാരെ കൊണ്ട് ഒത്തില്ല, അങ്ങേ കൊണ്ട് വല്ലതും പറ്റുമെങ്കിൽ ഒന്ന് പ്രാർത്ഥിക്കാം. ആ ചോദ്യത്തിന് അർത്ഥം എന്നാ? എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല, പിന്നെ നീ ദൈവമാണെന്നൊക്കെ അല്ലേ പറയുന്നത്, നീ കൂടെ ഒന്ന് പ്രാർത്ഥിച്ച് നോക്കും, വല്ലതും നടക്കും. യേശുവിൻ്റെ മറുപടി ഒന്ന് കേട്ടെ. യേശു അവനോട്, ആ "നിന്നാൽ കഴിയുമെങ്കിൽ" എന്നോ? ആ മതി, ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെയൊക്കെ ചൂട് നമ്മളൊന്ന് മനസ്സിലാക്കണം. യേശു ചൂടായാ സംസാരിക്കുന്നത്. നീ എന്തോടാ പറയുന്നത്? എന്നാൽ കഴിയുമെങ്കിൽ എന്നോ? ഞാൻ ആരാന്നാ നീ ഓർത്ത്? കാരണം ആ മനുഷ്യന്റെ മറുപടി കേൾക്കുമ്പോൾ അറിയാം യേശു അല്പം റൈസായാ സംസാരിച്ചെന്ന്. വായിച്ചു. യേശു അവനോട്, ആ. "നിന്നാൽ കഴിയുമെങ്കിൽ എന്നോ? ആ വിശ്വസിക്കുന്നവന് സമയേറിയതിലും കഴിയുമെന്ന് പറഞ്ഞു." ആ ബാലന്റെ അപ്പൻ ഉടനെ നിലവിളിച്ചു, ആ "കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു. ആ എന്റെ അവിശ്വാസത്തിന് സഹായിക്കണമേ." മതി. ഇംഗ്ലീഷിൽ ആ വാക്യം ഒന്ന് വായിക്കാമോ? ബുക്ക് ഓഫ് മാർക്ക് ചാപ്റ്റർ 9 വേഴ്സ് 20 to 23. ചില ട്രാൻസ്ലേഷൻ നല്ല വ്യക്തമായ ആ ഭാഗം എഴുതിയിട്ടുണ്ട്. KJV അത്ര ഉണ്ടോ എന്ന് എനിക്കറിഞ്ഞു. എന്തായാലും വായിച്ചോളൂ. ആ And often he has thrown him both into the fire and into the water to destroy him. But if you can do anything, have compassion on us and help us. Jesus said to him, "If you can believe, all things are possible to him who believes." Immediately the father of the child cried out and said with tears, "Lord, I believe. Help my unbelief." അവിടെ പറയുന്ന ചില ട്രാൻസ്ലേഷൻ പറഞ്ഞെങ്കിൽ അല്പം കൂടെ വ്യക്തമായ ഒരു ആശയം ഞാൻ വായിച്ചത് ഇങ്ങനെയാണ്. ഈ ചെറുപ്പക്കാരൻ്റെ ഈ മകൻ്റെ അപ്പൻ ദൈവത്തിൻ്റെ ചോദ്യത്തിന് മുമ്പിൽ ഇവൻ വിറച്ചുപോയി. കർത്താവേ, മലയാളത്തിൽ എഴുതിയിരിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നു. അവിടെ 20, ബാലന്റെ അപ്പൻ ഉടനെ നിലവിളിച്ചു, കർത്താവെ ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ അവിശ്വാസത്തിന് സഹായിക്കണമേ എന്ന് പറഞ്ഞു. അവിടെ ഞാൻ പെട്ടെന്ന് മനസ്സിലാകുന്ന ഭാഷ ഞാൻ പറയാം. കർത്താവെ, ഞാൻ തെറ്റിദ്ധരിച്ചു പോയി, എന്നോട് ക്ഷമിക്കണമേ. ഈ മനുഷ്യൻ പറയുന്നതിൻ്റെ ആശയം അതാ, എന്നോട് ക്ഷമിക്കണമേ. ഇയാൾ പറഞ്ഞാൽ എന്തുവാ? ദൈവമേ, നിന്നെക്കൊണ്ട് ഇത് എനിക്ക് തോന്നുന്നില്ല നിന്നെക്കൊണ്ട് നടക്കുവാന്ന്. ഞാൻ പറഞ്ഞല്ലോ, ഈ ചോദ്യം യേശുവിൻ്റെ വായിൽ നിന്ന് വന്നപ്പോൾ ഈ മനുഷ്യൻ നിലവിളിക്കുക എന്ന് പറഞ്ഞാൽ, ഞാൻ അറിയാതെ ദൈവത്തോടാ പറഞ്ഞത്, ദൈവമേ നിന്നെക്കൊണ്ട് വല്ലതും നടക്കുമോ? കർത്താവിൻ്റെ ചോദ്യം, എന്നാൽ വല്ലതും കഴിയുമെന്നോ? വിശ്വസിക്കുന്നവരെ കൊണ്ട് സകലതും കഴിയും. ദൈവമക്കളെ, ഞാൻ വീണ്ടും പറഞ്ഞോട്ടെ, അങ്ങനെയെങ്കിൽ എത്ര പ്രാവശ്യം ദൈവം നമ്മുടെ നേരെ കോപിച്ചിട്ടുണ്ട്? നമ്മൾ ഇനി പഴയതെല്ലാം കൂടെ ഒന്ന് ഓർത്തെടുക്കാൻ പറ്റത്തില്ല. നാളെയെങ്കിലും കോപിക്കാതിരിക്കാനുള്ള വഴിയായി പറഞ്ഞു തരുന്നത്. യേശുവിന് ആ വാക്ക് ഇഷ്ടപ്പെട്ടില്ല. ആ മനുഷ്യന്റെ ചോദ്യം ഇത്. ഞാൻ വീണ്ടും ആ ഭാഗം ഒന്ന് ആവർത്തിച്ചോട്ടെ. യേശുവേ, നിന്റെ 9 ശിഷ്യന്മാരെ കൊണ്ട് നോക്കിയിട്ട് പറ്റിയില്ല. ഞാൻ അവിടെ ഇവിടെ എല്ലാം പോയി പ്രാർത്ഥിച്ചു, പ്രാർത്ഥിക്കുന്നവരുടെ അടുക്കൽ എല്ലാം പോയി, നടന്നില്ല. നിന്നെ കൊണ്ട് വല്ലതും നടന്നാൽ നല്ലതാ ദൈവമേ. യേശുവിന് അത് ഇഷ്ടപ്പെട്ടില്ല. യേശു ചിന്തിച്ചിത്രേ ഉള്ളൂ, ഇവൻ എന്നെ അറിയത്തില്ല, എന്നെ മനസ്സിലാക്കിയിട്ടില്ല, എനിക്ക് കഴിവില്ലെന്നല്ലേ ഇവൻ പറയുന്നത്. യേശുവിന്റെ ചോദ്യം, എന്നാൽ വല്ലതും കഴിയുമെങ്കിലെന്നോ? കൃപ, ദൈവകൃപ. ഇന്നിപ്പോൾ ദൈവമക്കളെ, ഞാൻ ആവർത്തിച്ച് പറഞ്ഞോട്ടെ, നമ്മൾ പറയേണ്ട ഇതാണ്, എൻ്റെ ദൈവത്താൽ എല്ലാം കഴിയും. കഴിയും എങ്കിൽ എന്നൊരു ചോദ്യം ദൈവമുമ്പാകെ ഇല്ല. എൻ്റെ ദൈവത്താൽ കഴിയുമെങ്കിൽ എന്നൊരു ചോദ്യമല്ല, എൻ്റെ ദൈവത്താൽ കഴിയുമെന്നുള്ളൊരു ഉറപ്പാണ് ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് പകൽ വിളിച്ചു പറ, എൻ്റെ ദൈവത്താൽ സകലതും കഴിയും. കൃപ, ദൈവകൃപ. ആ ബോധ്യമുള്ളവർ ദൈവസന്നിധിയിൽ ഇങ്ങനെ ഒന്ന് പറയണം, കർത്താവേ, എൻ്റെ ദൈവത്താൽ ചിലതൊക്കെ കഴിയും, എൻ്റെ ദൈവത്താൽ കഴിയും. ഞാൻ സംശയത്തിൻ്റെ വാക്ക് ഇനി വിളിച്ചു പറയത്തില്ല, എൻ്റെ ദൈവത്താൽ കഴിയും. കൃപ, ദൈവകൃപ. ഞാൻ എൻ്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമം കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇസ്രായേൽ മക്കളുടെ നേരെ ദൈവം കോപിച്ച കോപത്തിന്റെ കാരണം വ്യക്തമായിട്ട് അവിടെ എഴുതിയിട്ടുണ്ട്. ദൈവത്തിന് കഴിവില്ലെന്നുള്ള ഇവരുടെ ചിന്തയാണ് ദൈവം കോപിച്ചത്. നമ്മുടെ ജീവിതത്തെ നമുക്കൊന്ന് പരിശോധിക്കാം. വീണ്ടും നമ്മൾ പല ഭാഗത്ത് കാണുന്നുണ്ട്, അനുസരണക്കേട് ദൈവം കോപിച്ചു. പ്രാരംഭത്തിൽ ഞാൻ ഓർപ്പിച്ചു, ആരോരുമില്ലാത്തവരെ വേദനിപ്പിച്ചാൽ ദൈവം കോപിക്കും. വീണ്ടും സംഖ്യാപുസ്തകത്തിൽ തന്നെയുണ്ട്, വിഗ്രഹങ്ങളെ സേവിച്ചാൽ ദൈവം കോപിക്കും. സംഖ്യാപുസ്തകം 11-ാം അധ്യായത്തിൽ വേറൊരു ഭാഗത്ത് പറയുന്നുണ്ട്, പിറുപിറുത്താൽ ദൈവം കോപിക്കും.
ദൈവം കോപിക്കുന്ന ഒത്തിരി സന്ദർഭങ്ങളുണ്ട്. എന്നാൽ ഈ ഒരൊറ്റ ഭാഗത്ത് നമുക്കൊന്ന് നിൽക്കാം. ദൈവത്തിൻ്റെ കഴിവിൽ സംശയിച്ചാൽ ദൈവം കോപിക്കും. നമ്മുടെ ജീവിതത്തിൽ അതായിട്ടുണ്ടോ? ഒരു നിമിഷം ഒന്ന് സ്വയശോധനയ്ക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കഴിവിൽ ഞാൻ സംശയിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം എന്നോട് കോപിക്കും. തിരിച്ചും ഞാൻ പറഞ്ഞോട്ടെ, ദൈവത്തിൻ്റെ കഴിവിൽ നിങ്ങൾ വിശ്വസിച്ചാൽ ദൈവം നിങ്ങളിൽ സന്തോഷിക്കുമെന്ന് മാത്രമല്ല, നിങ്ങൾക്ക് വേണ്ടി അസാധാരണമായത് ചിലത് ദൈവം ചെയ്യും. ദൈവത്തിൻ്റെ കഴിവിൽ വിശ്വസിച്ചവരാണ് ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ. അവർ പറയുന്ന വാക്ക്, ഈ എരിയുന്ന തീച്ചൂളയിൽ നിന്ന് ഞങ്ങളുടെ ദൈവത്തിന് ഞങ്ങളെ വിടുവിക്കാൻ കഴിയും. അതാരോടാ ഉത്തരം പറയുന്നത്? രാജ്യത്തെ പരമോന്നത സ്ഥാനത്തിരിക്കുന്ന രാജാവിനോടാണ് അവർ പറയുന്നത്. എൻ്റെ കയ്യിൽ നിന്ന് നിന്നെ വിടുവിക്കാവുന്ന ദേവൻ ആരെന്ന് ചോദിച്ചപ്പോൾ അവർ ഉറപ്പിച്ചു പറയുകയാണ്, ഞങ്ങളുടെ ദൈവത്തിന് കഴിയും. ഓ ഹല്ലേലൂയ! ദാനിയേലെ 30 ദിവസത്തേക്ക് ദൈവത്തോടല്ലാതെ മറ്റാരോടും പ്രാർത്ഥിക്കരുതെന്ന് പറഞ്ഞിട്ട് നീ ദൈവത്തോട് പ്രാർത്ഥിച്ചത് എന്തുകൊണ്ടാ? ദാനിയേലിന് പറയാൻ കഴിയും, എൻ്റെ ദൈവത്തിന് സിംഹത്തിന്റെ വായിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ കഴിയും. ഇന്ന് പകൽ ദൈവമക്കളെ, നീ വിശ്വാസത്തിന്റെ വാക്ക് വിളിച്ചു പറഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ കഴിവിൽ ആശ്രയിച്ചുകൊണ്ട് എൻ്റെ ദൈവത്താൽ കഴിയാത്തതൊന്നുമില്ലെന്ന് വിളിച്ചു പറഞ്ഞാൽ നിന്റെ ജീവിതം ഒരു അത്ഭുതമായി മാറുക. കൃപ, ദൈവകൃപ, ഹല്ലേലൂയ! തീക്കട ജ്വാലയിൽ വീണിട്ടും തീയുടെ മണം പോലും ഏൽക്കാതെ പുറത്തിറങ്ങാൻ കഴിഞ്ഞത് ഒരു അത്ഭുതമാണെങ്കിൽ, കടിച്ചു കീറുന്ന സിംഹത്തിന്റെ കൂട്ടിലെത്തിയിട്ട് സിംഹം ഉപദ്രവിക്കാതെ അവരെ പുറത്തു വിട്ടത് ഒരത്ഭുതമാണെങ്കിൽ, ഒറ്റ വാക്ക് ഞാൻ പറഞ്ഞോട്ടെ, ദൈവത്തിന്റെ കഴിവിൽ വിശ്വസിച്ചവരാണ് അത്ഭുതമായി പുറത്തു വന്നതെങ്കിൽ, ഇന്ന് പകൽ ഈ വചനം കേൾക്കുന്നവരോട് ദൈവാത്മാവിൽ ദൂത് ആവർത്തിക്കുന്നു, നീ ദൈവത്തിന്റെ കഴിവിൽ ഒന്ന് ആശ്രയിക്കാമോ, വിശ്വസിക്കാമോ? നീ ഒരു അത്ഭുതമായി മാറാൻ പോവോ? യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ വിശ്വസിക്കുന്നവർ ഒരുമിച്ച് അല്പസമയം ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യാമോ? ഇന്നലകളിൽ അറിയാതെയെങ്കിലും എൻ്റെ ജീവിതത്തിൽ കർത്താവേ, അങ്ങയുടെ കഴിവിൽ അവിശ്വസിച്ചു പോയ കുറവ് എന്നോട് ക്ഷമിക്കണം കർത്താവേ. കൃപ, ദൈവകൃപ. ആ ചന്ദ്രരോഗിയായ മകന്റെ പിതാവ് ദൈവസന്നിധിയിൽ നിലവിളിച്ചതുപോലെ ഇന്ന് പകൽ നിലവിളിക്കാൻ തയ്യാറാകുമെങ്കിൽ കർത്താവേ, എൻ്റെ അവിശ്വാസം എന്നോട് ക്ഷമിക്കണം കർത്താവേ. ഞാൻ അറിയാതെ പറഞ്ഞു പോയത് എന്നോട് ക്ഷമിക്കണം കർത്താവേ എന്ന് പറഞ്ഞുകൊണ്ട് നീ വിശ്വസിക്കാമെങ്കിൽ ദൈവം അത്ഭുതമാക്കാൻ പോവാ. കൃപ, ദൈവകൃപ. നമുക്കതിനു വേണ്ടി ഒന്ന് സമർപ്പിക്കാം. ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാകാമോ? ഒരു നിമിഷം കൂടെ ദൈവമക്കളൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. വ്യക്തിപരമായി വ്യത്യസ്തങ്ങളായ ചിന്തകളായിരിക്കാം നമ്മുടെ മനസ്സിലൂടെയൊക്കെ പോയത് കഴിഞ്ഞ കാലങ്ങളിൽ. ദൈവത്തെ കൊണ്ട് കഴിയുമോ? നടക്കുമോ? അവിശ്വാസം പറഞ്ഞെങ്കിൽ നമ്മളോർക്കും ദൈവം കേട്ടില്ല. എൻ്റെ ഹൃദയത്തിൻ്റെ നിരൂപണം പോലും ദൂരത്തു നിന്ന് ദൈവത്തിന് അറിയാൻ കഴിയും. പുറമേ നിങ്ങൾ പറഞ്ഞില്ലായിരിക്കും, ഉള്ളിൽ പറഞ്ഞു കാണും. നടക്കുമോ? ഇതൊന്നും നടക്കുന്ന കാര്യമല്ല, ഇതൊന്നും സാധ്യമല്ല എന്ന് ഉള്ളിലെങ്കിലും പറഞ്ഞെങ്കിൽ ഇന്ന് പകൽ ദൈവാത്മാവിൽ ആ ദൂത് ഞാൻ ആവർത്തിച്ച് പറയുന്നു. ഇരിക്കുന്ന ഇരിപ്പിൽ ഇരുന്നു കൊണ്ട് ഒരു നിമിഷം ദൈവത്തോട് പറ, കർത്താവേ എന്നോട് ക്ഷമിക്കണമേ. ഓ ഹല്ലേലൂയ! ആ ചന്ദ്രരോഗിയായ മകന്റെ പിതാവ് നിലവിളിച്ചതുപോലെ വിളിച്ചു പറ, കർത്താവേ എൻ്റെ അവിശ്വാസമാ, എന്നോട് ക്ഷമിക്കണം കർത്താവേ. ആ സെക്കൻഡിൽ അവൻ സൗഖ്യമായി ഭവനത്തിലേക്ക് മടങ്ങിയതുപോലെ ഇന്ന് പകൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, കർത്താവേ എൻ്റെ അവിശ്വാസം പലപ്പോഴും എന്നെ കൊണ്ട് വേണ്ടാത്ത പലതും പറയിച്ചിട്ടുണ്ട്, എന്നോട് ക്ഷമിക്കണം കർത്താവേ. എൻ്റെ ദൈവത്തെ കൊണ്ട് കഴിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ! അബ്രഹാമും സാറായും അവിശ്വസിച്ചു. എന്നാൽ ദൈവത്തിന്റെ ചോദ്യത്തിന് മുമ്പിൽ അവർ ഭയപ്പെട്ടു പോയി. ദൈവത്തിന് കഴിവില്ലെന്ന് പറഞ്ഞത് കേട്ട് അവർ ഭയപ്പെട്ടു പോയി. നമുക്ക് ദൈവസന്നിധിയിൽ ആ സമർപ്പണത്തോടൊന്ന് പ്രാർത്ഥിക്കും, കർത്താവേ എൻ്റെ ദൈവത്താൽ കഴിയാത്തതൊന്നുമില്ല. വിശ്വാസമുള്ള ദൈവമക്കളൊന്ന് വാ തുറന്നൊന്ന് പറയാമോ? ദൈവത്താൽ കഴിയാത്തതൊന്നുമില്ല. വിളിച്ചു പറഞ്ഞോ, ധൈര്യത്തോടെ പറ. നിങ്ങളുടെ നാവിലൂടെ ആ ശബ്ദം പുറത്തു വരട്ടെ. എൻ്റെ ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ല. എൻ്റെ ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ല.
ചില അത്ഭുതങ്ങൾ ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ന് പകൽ ശരീരത്തിൽ, മനസ്സിൽ, ആത്മാവിൽ, തലമുറയുടെ വിഷയത്തിന്മേൽ, നാളുകളായി പ്രാർത്ഥിക്കുന്ന ചില വിഷയത്തിന്മേൽ എൻ്റെ ദൈവത്തിന് വലിയവ ചെയ്യാനുണ്ട്. ആ വിശ്വാസമുള്ളവർ വാ തുറന്ന് വിളിച്ചു പറഞ്ഞാട്ട്, എൻ്റെ ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ല, എൻ്റെ ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ല. എത്രയും ഉച്ചത്തിൽ നിങ്ങൾക്ക് വിളിച്ചു പറയാമോ? നിങ്ങളുടെ നാവിലൂടെ ആ ശബ്ദം പുറത്തു വരട്ടെ, നിങ്ങളുടെ അന്തരാത്മാവിൽ ആ ശബ്ദം മുഴങ്ങട്ടെ. എൻ്റെ ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ല, എൻ്റെ ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ല, എൻ്റെ ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ല. ഓ കൃപ, ദൈവകൃപ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ഈ ആരാധന മധ്യ ചില അത്ഭുതങ്ങൾ നടക്കട്ടെ, ദൈവപ്രവൃത്തി നടക്കട്ടെ. എൻ്റെ ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ല. യേശുവിന്റെ നാമത്തിൽ, അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽ ഞങ്ങൾ ജയമെടുക്കുന്നു. ദൈവകൃപ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം കൂടെ ഓർപ്പിച്ചോട്ടെ. ദൈവമക്കൾ ജീവിതത്തിൽ അന്വർത്തിക്കേണ്ടത്, നാളുകളിൽ നടപ്പാക്കേണ്ടത് സംശയം ഒരിക്കലും പറയരുത്. ഒരുപക്ഷെ എനിക്ക് ദൈവത്തെ വേണ്ട പോലെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും വേദപുസ്തകം പറയുന്ന ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ല. നമുക്കൊക്കെ ദൈവത്തെ അറിഞ്ഞ അളവിനൊക്കെ ഒത്തിരി വ്യത്യാസമുണ്ട്. കൂടുതൽ അടുത്തറിഞ്ഞവർ കാണും, അറിഞ്ഞുകൊണ്ടിരിക്കുന്നവർ കാണും, ആരും പൂർണ്ണതയിൽ എത്തിയിട്ടില്ല. പക്ഷെങ്കിൽ ഇതിൻ്റെ ഒക്കെ നടുവിൽ പറയണം, എൻ്റെ ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ല. പറഞ്ഞു നോക്ക്, ചില അസാധ്യങ്ങളെ സാധ്യമാക്കും. യെസ്, ഹല്ലേലൂയ. സംശയിച്ചാൽ, ദൈവത്തിൻ്റെ കഴിവിനെ ചോദ്യം ചെയ്താൽ ദൈവം കോപിക്കും. ഇസ്രായേലിന്റെ നേരെ തീ ജ്വലിച്ചത്, ദൈവത്തിന്റെ കോപം ആ ജനത്തിന് നേരെ വന്നത് ദൈവത്തിന് കഴിവില്ലെന്ന് പറഞ്ഞിട്ടാണ്. നാളുകളിൽ നമുക്കതുണ്ടാകാതിരിക്കട്ടെ. വലിയവനായ കർത്താവ് അതിനിട വരുത്തട്ടെ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ. കർത്താവേ, എൻ്റെ ദൈവത്താൽ കഴിയാത്തതൊന്നുമില്ല, ഞാനത് വിശ്വസിക്കുന്നു. നാളുകളിൽ എൻ്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യുവാൻ എൻ്റെ ദൈവം മതിയായവനാണ്. ആ വിശ്വാസത്തോടെ നാം ഒരുമിച്ച് ദൈവത്തിന് എഴുന്നേറ്റ് വന്നുകൊണ്ട് ഒരു പാട്ടിൻ്റെ ചില വരികൾ ചേർന്ന് പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം.